തമ്പുരാട്ടി, പാല്. മാലിനി, തേയി ഇപ്പോ അതവൾക്ക് കൊടുത്തു കാണും അല്ലേ? കൊടുത്തു കാണും. ജീവിക്കാൻ കൊതിയുണ്ടെന്നല്ലേ അവര് മംഗലത്തമ്മയോട് പറഞ്ഞത്. നാളെ നേരം വെളുപ്പിക്കില്ല അവള്. തേയിയുടെ കുടിലിൽ ഒരുത്തി ചത്തുമലച്ചൂന്ന് കേട്ടാ ഒരു മൃഗത്തിനെ കുഴിച്ചു മൂടുന്നത് പോലെ അതങ്ങ് മൂടാ. അവള് ചത്തുകഴിഞ്ഞാ ആ ശിവലിംഗം എന്തു ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? തൊട്ടശുദ്ധമാക്കിയ ഒരു ദേവസാന്നിധ്യം ഈ നാടിന് ആവശ്യമില്ല. അതങ്ങ് മണ്ണിട്ട് മൂടണം, എന്നേക്കുമായി. ചെയ്യാം. ആരും കാണാത്ത വിധത്തിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ചെയ്യാം. അവളെ രക്ഷിക്കാനുള്ള ഏത് ശക്തിക്കും മേലെയാണ് തേയിയുടെ ആർത്തി. അഴകിയെ കൊല്ലുന്നത് എന്റെ വൈരാഗ്യമല്ല, തേയിയുടെ ആർത്തിയാണ്. എന്താ മോളെ? വല്ലാത്ത ക്ഷീണം തോന്നുന്നു. തലകറക്കമുണ്ട്. അയ്യോ, എന്തു പറ്റി? അറിയില്ലമ്മ, കുഴഞ്ഞു പോകുന്ന പോലെ. വെയിലത്ത് നടന്നു വന്നിട്ടാവും. കുറച്ചു നേരം അകത്ത് പോയി കിടന്നു, എല്ലാം ശരിയാവും. വാ. എനിക്ക് എന്താ പറ്റിയതമ്മ? ഒന്നുമില്ല. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോ എല്ലാ ക്ഷീണവും മാറും. മോള് കിടന്നു. വേണ്ട, ഉറങ്ങിപ്പോയാ അദ്ദേഹം അവൻ വരുമ്പോ അമ്മ മോളെ വിളിച്ചോളാം. ക്ഷീണം മാറട്ടെ. ഭഗവാനെ പൂജിക്കാൻ പോകേണ്ടതല്ലേ? പോണം. അപ്പൊ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഇരിക്കണം. ഉറങ്ങിക്കും. ഇനി നിനക്ക് അധികം ആയുസില്ല. ഇത് ചിലപ്പോ നിന്റെ അവസാനത്തെ ഉറക്കമായിരിക്കും. മംഗലത്തമ്മയുടെ പ്രസാദം ഫലിച്ചു. തമ്പുരാട്ടി, 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 ഒന്ന് വേഗം വരണേ. തമ്പുരാട്ടി, 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 തമ്പുരാട്ടി. എന്താ? ഗോശാലയിൽ ഒരു സംഭവം ഉണ്ടായി തമ്പുരാട്ടി. എന്ത് സംഭവം? എന്തോ കണ്ട് പേടിച്ച പോലെ പശുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. 3-4 എണ്ണം നിലത്ത് കിടന്ന് പിടയ്ക്കാ തമ്പുരാട്ടി. 2 എണ്ണം ചത്തു തമ്പുരാട്ടി. എന്താ ചെയ്യേണ്ടത്? ഗോശാലയിലെ ജോലി എനിക്കാണോ നിശ്ചയം? കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തൂ. ഗോക്കളെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. തമ്പുരാട്ടി, തമ്പുരാട്ടി, പാചകപ്പുരയിൽ എന്തോ പ്രശ്നം. അടുപ്പത്ത് വെച്ച കലങ്ങളിൽ മുഴുവനും എന്തൊക്കെയോ കലങ്ങി മറിയുന്നു. വല്ലാത്ത ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നുണ്ടോ? നമുക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യുക. തമ്പുരാട്ടി, ഇതെന്തിന്റെയെങ്കിലും സൂചനയാണോ? എന്തു സൂചന? ഇതിനു മുമ്പും അഴകിയെ ശിക്ഷിക്കാൻ ശ്രമിച്ചപ്പോ അഴകിയുടെ പുരാണം ഇനി നമുക്ക് കേൾക്കണ്ട. ഇതല്ല, ഇതിനപ്പുറമുള്ള ലക്ഷണങ്ങൾ വ്യാഖ്യാനിച്ചാലും അവളുടെ കാര്യത്തിൽ എന്റെ വിധിക്ക് മാറ്റമുണ്ടാവില്ല. ഇന്ന് അവൾക്ക് മരണം സംഭവിച്ചേ പറ്റൂ.